ബിഗ് ബോസിലെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് പൈ വാല്യൂ കൊടുത്തിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അതായത് നമ്പേഴ്സ് 3.14 അങ്ങനെ അങ്ങോട്ട് നമ്പേഴ്സ് ആ കുറേ സെറ്റ് നമ്പേഴ്സ് വരുന്നുണ്ട്. ആ പൈ വാല്യൂ മൊത്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ അടുത്ത് പറഞ്ഞത് ഇവർ ഓരോ സെറ്റ് നമ്പേഴ്സ് എങ്ങനെയാണ് ഇവർ ഓർത്ത് വെക്കുന്നതെന്ന് പറയണം, ആ ക്രമത്തിൽ കൃത്യമായി ഓർത്ത് പറയണം. അപ്പം മാക്സിമം നമ്പേഴ്സ് പറയുന്ന ടീം, തെറ്റാതെ നമ്പേഴ്സ് ക്രമമായി പറയുന്ന ടീം വിജയിക്കും എന്നുള്ളതായിരുന്നു ടാസ്ക്. അവിടെ വിജയിച്ചത് നെസ്റ്റ് ടീമും ടണൽ ടീമുമാണ്. മാക്സിമം 30 നമ്പേഴ്സാണ് രണ്ടുപേരും തെറ്റാതെ പറഞ്ഞത്. സെക്കൻഡ് കിട്ടിയത് പീപ്പിൾസ് ടീമിനെയാണ്, അവർ 24 നമ്പർ പറഞ്ഞു. തേർഡ് കിട്ടിയത് ഡെൻ ടീമിനെയാണ്, അവർ 12 നമ്പറാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അവിടെ പ്രശ്നം നടന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, അവർ ഫസ്റ്റ് റോ ഓർത്തിരിക്കാനായിട്ട് റസ്മിനെയാണ് ഡെൻ ടീം ഫസ്റ്റ് ഏൽപ്പിച്ചത്. അപ്പോൾ അവിടെ നന്ദനയ്ക്ക് ഫസ്റ്റ് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ജിൻഡോ പറഞ്ഞു, ഉത്തരം നീ ആദ്യം പറയണ്ട, ആദ്യം റസ്മിൻ പറഞ്ഞാൽ മതി, എന്നാലും ശരിയാവുള്ളൂ, നീ തെറ്റിക്കും എന്നുള്ള രീതിയിൽ ജിൻഡോ സംസാരിച്ചു എന്നുള്ളതാണ് അവിടെ പരാതി നന്ദനയുടേത്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു എന്നാണ് നന്ദന വന്ന് സായിയുടെ അടുത്തും സിജോയുടെ അടുത്തും പറഞ്ഞത്. സിജോയും അവിടെ ചോദിക്കുന്നുണ്ട് ജിൻഡോന്റെ അടുത്ത്, അങ്ങനെ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസ്മിനെ കൂടുതൽ ഓർത്തിരിക്കാൻ കഴിയുമെന്ന് റസ്മിൻ പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ റസ്മിൻ തുടക്കത്തിൽ പറയട്ടെ എന്നാണ് ഞാൻ കരുതിയത്. തുടക്കത്തിലുള്ള ആ 12 നമ്പർ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറയുന്നത് ശരിയാണെങ്കിലും ആ നമ്പേഴ്സ് എടുക്കില്ല എന്നാണ് റസ്മിൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ വരുന്ന സമയത്ത് തുടക്കം തെറ്റാതിരിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് റസ്മിനെ കൂടുതൽ നമ്പേഴ്സ് ഓർത്തു വെക്കാൻ കഴിയും എന്ന് പറഞ്ഞതുകൊണ്ടാണ് റസ്മിനെ ആദ്യം നിർത്തിയത്, അല്ലാതെ ഞാൻ വേറൊന്നും കരുതിയിട്ടല്ല എന്ന് ജിൻഡോ അവിടെ പറയുന്നുണ്ട്. പക്ഷെ നന്ദന പറയുന്നത് എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് പറയുന്ന ഒരാളാണ് എന്ന് എനിക്കതിനെ കഴിയുമായിരുന്നു. അവിടെ നന്ദന പറഞ്ഞ 12 എണ്ണമാണ് ശരിയായത്, റസ്മിൻ പറഞ്ഞത് തെറ്റാണ് ചെയ്തത്. അപ്പോൾ അതാണിപ്പോൾ അവിടെ വിഷയമായിരിക്കുന്നത്. അത് നന്ദനയ്ക്കും വിഷമായി, ജിൻഡോയ്ക്കും വിഷമമായി.